യിരെമ്യാവ് 40-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അകമ്പടി നായകനായ നെബൂസർ ആദാൻ യിരെമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട്: ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യെരൂശലേമിലെയും യഹൂദയിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങലകൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ യിരെമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്: നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളിച്ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്തു അവന്റെ വാക്ക് കേൾക്കാതിരുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ചു നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ ദേശമൊക്കെ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദാ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്ക, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്തു അവനെ യാത്രയയച്ചു. അങ്ങനെ യിരെമ്യാവ് മിസ്പയിൽ അഹീക്കാമിന്റെ മകനായ ഗെദല്യാവിന്റെ അടുക്കൽ ചെന്നു അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു. ബാബേൽ രാജാവ് അഹീക്കാമിന്റെ മകനായ ഗെദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചുവെന്നും നാട്ടുപുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പയിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്നു. നെഥന്യാവിന്റെ മകനായ ഇശ്മായേൽ, കാരേഹിന്റെ പുത്രന്മാരായ യോഹാനാനും യോനാഥാനും, തൻഹൂമേത്തിന്റെ പുത്രനായ സെരായാവും, നെട്ടോഫാഥ്യനായ യഫായിയുടെ പുത്രന്മാർ മയഖാഥ്യന്റെ മകനായ യസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ. ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തു പറഞ്ഞതെന്നാൽ: നിങ്ങൾ കൽദയരെ സേവിപ്പാൻ ഭയപ്പെടരുത്. ദേശത്ത് പാർത്തു ബാബേൽ രാജാവിനെ സേവിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദയർക്ക് ഉത്തരവാദിയായി മിസ്പയിൽ വാസിക്കും. നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ചു പാത്രങ്ങളിൽ സൂക്ഷിച്ചു നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവീൻ. അങ്ങനെ തന്നെ മോവാബിലും അമ്മോന്യരുടെ ഇടയിലും എദോമിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദാദേശത്ത് ഗെദല്യാവിന്റെ അടുക്കൽ മിസ്പയിൽ വന്നു വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. എന്നാൽ കാരേഹിന്റെ മകനായ യോഹാനാനും നാട്ടുപുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പയിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്നു അവനോട്: നിന്നെ കൊന്നുകളയേണ്ടതിനു അമ്മോന്യരുടെ രാജാവായ ബാലീസ് നെഥന്യാവിന്റെ മകനായ ഇശ്മായേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവെന്ന് ചോദിച്ചു. അഹീക്കാമിന്റെ മകനായ ഗെദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. പിന്നെ കാരേഹിന്റെ മകനായ യോഹാനാൻ മിസ്പയിൽ വെച്ചു ഗെദല്യാവോട് രഹസ്യമായി സംസാരിച്ചു: ഞാൻ ചെന്നു ആരും അറിയാതെ നെഥന്യാവിന്റെ മകനായ ഇശ്മായേലിനെ കൊന്നുകളയട്ടെ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ നശിച്ചുപോകുവാനും തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിനു എന്ന് പറഞ്ഞു. എന്നാൽ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവ് കോരഹിന്റെ മകൻ യോഹാനാനോട്: നീ ഈ കാര്യം ചെയ്യരുത്, നീ ഇശ്മായേലിനെക്കുറിച്ച് ഭോഷ്ക് പറയുന്നു എന്ന് പറഞ്ഞു.